അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞത് റമദാനിന് മുമ്പ് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളും നമ്മൾ എന്തൊക്കെയാണ് നേരെയാക്കേണ്ടതെന്നും നമ്മൾ എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്യണം എന്നൊക്കെയാണ്. ഇന്നത്തെ വീഡിയോയിൽ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോണത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് റമദാൻ എന്ന മാസം നമ്മൾ വീട് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ പുതിയ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് വാങ്ങാനോ അല്ലെങ്കിൽ നമ്മൾ ഇഫ്താറിന് എന്തൊക്കെ ഉണ്ടാക്കും എന്ന പ്ലാൻ ഉണ്ടാക്കി വെക്കാനോ അല്ല മുൻതൂക്കം കൊടുക്കേണ്ടത്. റമദാനിൽ നമ്മൾ ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹുവിലോട്ട് കൂടുതൽ അടുക്കാനും നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ മനസ്സിലാക്കി അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാനും പിന്നെ നമ്മൾ മറ്റുള്ളവരിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയെങ്കിൽ അത് മനസ്സിലാക്കി നമ്മൾ അവരുടെ അടുത്ത് പൊരുത്തം ചോദിക്കുവാനും നമ്മുടെ വർക്കും എല്ലാം വെച്ചിട്ട് കൂടുതൽ ഇബാദത്തുകൾ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ളതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. റമദാന് മുമ്പ് നമ്മളിൽ നിന്നുള്ള തെറ്റുകൾ ഉപേക്ഷിക്കാനും എന്തൊക്കെ നേരെയാക്കണമെന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഏത് കാര്യമാണെന്ന് അള്ളാഹുവിൻ്റെ വാക്കുകളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സൂറത്തുൽ മുഹമ്മദിലെ 22 23 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ, അത്തരക്കാരെയാണ് അള്ളാഹു ശപിച്ചിട്ടുള്ളത് എന്ന്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് 2556 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുടുംബബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന്. സുനാൻ അബി ദാവൂദിലെ ഹദീസ് 4902 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുടുംബബന്ധം മുറിക്കുന്നവന് അള്ളാഹു ഈ ലോകത്തും പരലോകത്തും വെച്ച് ശിക്ഷ കൊടുക്കുമെന്ന്. നമ്മൾ നമ്മുടെ ചുറ്റുമൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് കുടുംബങ്ങളും പിരിഞ്ഞാണ് കഴിയുന്നതെന്ന്. ഈ പിണങ്ങി കഴിയുന്നവരെ എല്ലാവരും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർ തന്നെയായിരിക്കും. കറക്റ്റായിട്ട് നിസ്കരിക്കുകയും അള്ളാഹു പറഞ്ഞതുപോലെ ഇബാദത്തുകൾ ചെയ്യുന്നവരൊക്കെ തന്നെയായിരിക്കും. പക്ഷേ എല്ലാവരുടെയും മനസ്സിലെ ഈഗോ കൊണ്ട് അവർ പരസ്പരം മിണ്ടാൻ ശ്രമിക്കുന്നില്ല. ഈ സമയത്ത് നമ്മളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കണം, നമുക്ക് നമ്മുടെ ഈഗോയാണോ വലുത്, നമുക്ക് സ്വർഗമാണോ വലുത്? നമ്മൾ എല്ലാവരും എപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ്. അതായത് ഒരു എക്സാം പോലെ മാത്രമാണ് നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് കൂടുതൽ മാർക്ക് വാങ്ങി നമ്മൾ ജയിക്കാനല്ലേ എക്സാമിന് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് പ്രതിഫലങ്ങൾ വാങ്ങിയിട്ട് ആഖിറത്തിലെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ നോക്കണം. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിലെ ഈഗോ എല്ലാം കളയാൻ ശ്രമിക്കണം. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരാളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട് ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ ഇത് മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും. ഇതാണ് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ പിരിയാനുള്ള കാരണം. നമുക്കിപ്പോൾ മറ്റൊരാളുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളെ പ്രവൃത്തി കൊണ്ട് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്ന്. എത്രയോ പേർക്ക് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും വിഷമം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേര് മാത്രം അത് തുറന്ന് പറയും, കുറച്ച് പേര് അത് മനസ്സിലൊതുക്കി വെച്ചിരിക്കും, അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് പറയുന്നുണ്ടായിരിക്കും. നമ്മൾ എപ്പോഴും സ്വയം മനസ്സിൽ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവരുടെ ജീവിതത്തിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. നമ്മൾ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈഗോയൊന്നും വെക്കാതെ നമ്മൾ അവരോട് മാപ്പ് ചോദിക്കണം. ഇനിയിപ്പോൾ അവരാണ് നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് നമ്മളടുത്ത് മാപ്പ് ചോദിച്ചാൽ നമ്മൾ അത് സ്വീകരിക്കണം. അല്ലാതെ നമ്മൾ ഈഗോ വെച്ച് അവളടുത്ത് പിണങ്ങിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അള്ളാഹു നമ്മളെ വെറുക്കത്തേ ഉള്ളൂ, നമുക്ക് സ്വർഗവും തരത്തില്ല. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മുടെ ഈ ലോകത്ത് നമുക്ക് സ്വന്തമായിട്ടെന്ന് ഫസ്റ്റ് പറയാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് നമ്മുടെ ബ്ലഡ് റിലേഷനുള്ള ഫാമിലി മെമ്പേഴ്സാണ്. ബാക്കി എല്ലാ ബന്ധങ്ങളും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ ഫാമിലിയോട് പിണങ്ങിയിരിക്കല്ലേ. നമുക്ക് എത്ര വിഷമങ്ങളൊക്കെ വന്നാലും ലാസ്റ്റ് അവരെ നമുക്ക് കാണത്തുള്ളൂ. ഇനിയിപ്പോൾ റമദാൻ വരാൻ വേണ്ടിയിട്ട് 1 or 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ തമ്മിൽ മിണ്ടാൻ നോക്കണം. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടും മിണ്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വില കുറയോ എന്നൊന്നും ചിന്തിക്കേണ്ട. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും വില നമുക്കായിരിക്കും. നമ്മൾ ഒരിക്കലും ഏറ്റവും വലുത് നമ്മളായിരിക്കണം എന്ന ചിന്ത വെച്ചിട്ട് ഈ ലോകത്തിൽ ജീവിക്കുകയേ ചെയ്യരുത്. അങ്ങനെ ജീവിച്ചാൽ ആഖിറത്തിലെ ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകും.
പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സക്കാത്ത് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞില്ലായിരുന്നോ? സ്വർണത്തിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 85 ഗ്രാം ആണെന്ന്. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉപയോഗിക്കാത്ത സ്വർണത്തിനാണ്, അതായത് നമ്മൾ കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുന്ന സ്വർണത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന്. അത് തെറ്റാണ്. അങ്ങനെയേ അല്ല. നമ്മുടെ കയ്യിൽ 85 ഗ്രാം ഉപയോഗിക്കുന്നതായാലും ഉപയോഗിക്കാത്തതായാലും സ്വർണം ഉണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുത്തേ പറ്റൂ. 2.5%. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇസ്ലാമിൻ്റെ ഒരു പില്ലറാണ് സക്കാത്തെന്ന്. അപ്പോൾ ഒരു മുസ്ലിമിന് എങ്ങനെ നിസ്കാരം നിർബന്ധമാണ്, അതുപോലെ നിർബന്ധമാണ് സക്കാത്തും. ഒരാൾക്ക് സക്കാത്തിൻ്റെ നിസാബിന് മുകളിലോട്ട് സമ്പത്തുണ്ടെങ്കിൽ അയാൾ എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ സക്കാത്ത്. അതിൽ നമുക്ക് ഒരു എക്സ്ക്യൂസും വെക്കാൻ പറ്റത്തില്ല. കൂടുതൽ പേര് എക്സ്ക്യൂസ് വെക്കുന്നത് ഈ കാരണം കൊണ്ടായിരിക്കും, ഉപയോഗിക്കാതിരിക്കുന്ന സ്വർണത്തിന് മാത്രം സക്കാത്ത് കൊടുത്താൽ മതിയെന്ന്. എങ്കിൽ ആഭരണങ്ങളുള്ള എല്ലാവരും പലപ്പോഴായിട്ട് അത് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ 100 പവൻ ഉണ്ടെങ്കിലും അവർ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നായിരിക്കും അവർ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഇനി നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരാം. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണത്തിനാണോ ഉപയോഗിക്കാതിരിക്കുന്ന സ്വർണത്തിനാണോ സക്കാത്ത് കൊടുക്കേണ്ടതെന്ന്. സുനാൻ അബി ദാവൂദിലെ 1563 ഹദീസാണ് ഇത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സ്ത്രീയോടൊപ്പം അവരുടെ മകളും വന്നു. അപ്പോഴത്തേക്കും ആ മകളുടെ കയ്യിൽ 2 കട്ടിയുള്ള സ്വർണ്ണവളകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതിന് നിങ്ങൾ സക്കാത്ത് കൊടുക്കാറുണ്ടോ എന്ന്. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഇല്ല എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഖിയാമത്ത് നാളിൽ ഈ വളകൾക്ക് പകരമായി അള്ളാഹു 2 തീ കൊണ്ടുള്ള വളകൾ നിങ്ങളുടെ കയ്യിൽ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന്. അപ്പോൾ തന്നെ ആ സ്ത്രീ മകളുടെ കയ്യിൽ നിന്ന് സ്വർണ്ണവള ഊരി കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന സ്വർണത്തിന് മാത്രമാണോ സക്കാത്ത് കൊടുക്കേണ്ടത്? ആ സ്ത്രീയുടെ മകൾ ധരിച്ചിരുന്ന സ്വർണ്ണവളയ്ക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ധരിച്ചു കൊണ്ടിരിക്കുന്ന സ്വർണമാണെങ്കിലും സക്കാത്തിൻ്റെ നിസാബിന് മേളിലോട്ടുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുത്തേ പറ്റൂ. അല്ലാതെ നമ്മൾ ധരിക്കാതെ വെച്ചിരിക്കുന്ന സ്വർണത്തിനല്ല. നമുക്കിപ്പോൾ സക്കാത്തിൻ്റെ നിസാബിന് മുകളിലായിട്ട് നമുക്ക് സ്വർണമുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ 2.5% സ്വർണമോ അല്ലെങ്കിൽ അതിൻ്റെ പൈസയോ ആണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ 595 ഗ്രാം സിൽവറിന് മുകളിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ 2.5% സിൽവറോ അല്ലെങ്കിൽ അതിൻ്റെ പൈസയോ കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയാണ് സമ്പത്തായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിസാബ് എന്ന് പറയുന്നത് 595 ഗ്രാം സിൽവറിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എത്രയാണ്, ആ റേറ്റിനെക്കാട്ടി നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% പൈസ നമ്മൾ സക്കാത്തായിട്ട് കൊടുക്കണം. കൂടുതൽ പേർക്ക് സക്കാത്ത് കൊടുക്കാൻ മടി. അവർ ചിന്തിക്കുന്നതായിരിക്കും, നമ്മളിപ്പോൾ സമ്പാദിച്ച് അധ്വാനിച്ചിട്ടൊക്കെയല്ലേ ഉണ്ടാക്കിയത്, അതുപോലെ ഈ പാവപ്പെട്ടവരും അധ്വാനിച്ചാൽ അവർക്കും ഇതുപോലെയൊക്കെ പൈസ ഉണ്ടാക്കാമല്ലോ എന്നാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ അധ്വാനിക്കാനും ബിസിനസ് ചെയ്യാനും ഒക്കെ ആരാണ് അവസരം തന്നത്? അള്ളാഹു. ഇതുപോലെ അവസരം ആ പാവപ്പെട്ടവർക്കും അള്ളാഹുവിന് കൊടുക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. സമ്പത്ത് തന്നും ദാരിദ്ര്യം തന്നും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. ഈ സമ്പത്ത് തന്ന് അള്ളാഹു എങ്ങനെ പരീക്ഷിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മൾ അഹങ്കാരം കാണിക്കുന്നോ ഈ പൈസ വെച്ച്, നമ്മൾ ദൂർത്തടിച്ച് കളയുന്നോ, ഇല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതൊന്നും അനുസരിക്കാത്ത ജീവിതമാർഗത്തിൽ ജീവിക്കുന്നോ, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കാതിരിക്കുന്നോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. ഇനി പാവപ്പെട്ടവർക്ക് അള്ളാഹു എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ, അള്ളാഹുവിനുള്ള പ്രതീക്ഷ അവർ കൈവിടുന്നോ, അവർ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പൈസ തരുന്നതൊക്കെ. അള്ളാഹു ഈ ജീവിതം തന്നത് തന്നെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പൈസ വെച്ച് സന്തോഷിക്കാനോ ദാരിദ്ര്യം വെച്ച് വിഷമിപ്പിക്കാനോ ഒന്നിനുമല്ല. ഇനിയും കുറച്ച് കമൻസിനൊക്കെ റിപ്ലൈ പറയാനുണ്ട്, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കുടുംബ ബന്ധമൊക്കെ പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ റമളാൻ ഇനി 1-2 ദിവസത്തിനകം വരും. അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈഗോ എല്ലാം കളഞ്ഞ് നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ക്ഷമ ചോദിച്ചിട്ട് തമ്മിൽ മിണ്ടണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.